ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ച ദൂതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് 7-ാം സങ്കീർത്തനം. ദൈവിക സഹായത്തിനുള്ള പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനത്തിൽ കാണുന്നത് എന്ന് വേദപണ്ഡിതന്മാർ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഈ സങ്കീർത്തനം ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നീതിമാന്റെ പ്രാർത്ഥനയാണ്. ശത്രുക്കളാൽ കുറ്റം ആരോപിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവർ ദേവാലയത്തിലേക്ക് ചെന്ന് ദൈവത്തിൻ്റെ വിധി സ്വീകരിക്കുന്ന പതിവുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനം 1 രാജാക്കന്മാർ 8:31 കാണുന്നു. അതിൻ പ്രകാരം ഇവിടെ പ്രവർത്തിക്കുന്നതായി കരുതാം. പക്ഷേ ദാവീദിൻ്റെ ചരിത്രത്തിലുള്ള ഏത് സന്ദർഭമാണ് ഇതിൻ്റെ പശ്ചാത്തലമെന്ന് വ്യക്തമല്ല. ചരിത്രപരമായി ഒരു തെളിവുമില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ബെന്യാമീനായ ഒരു കൂശ് ദാവീദിനെതിരെ ശൗൽ രാജാവിൻ്റെ അടുക്കൽ രാജ്യദ്രോഹം വഞ്ചനയും ആരോപിച്ച് ചില അപവാദം പറയുന്നതായി കരുതാം. ആ സാഹചര്യത്തിൽ തൻ്റെ നിരപരാധിത്വവും നിഷ്കളങ്കതയും ദൈവസമക്ഷം ദാവീദ് വെളിപ്പെടുത്തുകയാണ്. ഈ വിലാപ കീർത്തനത്തിൽ കൂടി ദൈവകരുണയും ദൈവനീതിയും ഒരേ സമയം വെളിപ്പെടുന്നു എന്ന പൗലോസിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ നിഴൽ ഇതിൽ നമുക്ക് കാണാം. ഭയവും അനിശ്ചിതത്വവും നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ ദൈവ കരങ്ങളിൽ ശരണപ്പെടുന്ന ഒരു ഭക്തൻ്റെ അനുഭവം ഇതിൽ അനാവരണം ചെയ്യുന്നു. 1-2 വാക്യം നോക്കുമ്പോൾ സഹായത്തിനുള്ള അപേക്ഷയാണ് നാം ഇവിടെ കാണുന്നത്. തൻ്റെ പേരിൽ വിശ്വാസവഞ്ചന വ്യാജമായി ആരോപിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തനിക്ക് നീതി നടത്തി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ദൈവമായ യഹോവേ എന്നുള്ള സംബോധനയിൽ ദൈവത്തോടുള്ള അടുപ്പവും ഉടപ്പവും ഇവിടെ വ്യക്തമാക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അടുത്തത് വാക്യം 3 മുതൽ 5 വരെയുള്ള ഭാഗം നാം നോക്കുമ്പോൾ അതിൽ നാം കാണുന്നത് സ്വന്തം നിരുപാധിത്വം വ്യക്തമാക്കുന്നതായി നമുക്ക് കാണാം. തൻ്റെ നിരപരാധിത്വത്തെപ്പറ്റി ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് താൻ തെറ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ശത്രു തന്നെ പീഡിപ്പിച്ചു കൊള്ളട്ടെ എന്ന ദൈവത്തിൻ്റെ മുമ്പിൽ സമ്മതിക്കുന്നതായാണ് നാം ഇവിടെ കാണുന്നത്. അടുത്തത് വാക്യം 6-7 നോക്കുമ്പോൾ ന്യായവിധി നടത്തുവാനുള്ള അപേക്ഷ ആണ് ഇവിടെ കാണുന്നത്. നീതി നടത്തുന്ന ന്യായാധിപനായി ദൈവത്തെ കണ്ടുകൊണ്ട് അവിടുന്ന് ന്യായാസനത്തിന്മേൽ ഉപവിഷ്ടനാകണമേ എന്നുള്ള അപേക്ഷയാണ് നാം കാണുന്നത്. അടുത്തത് വാക്യം 8 മുതൽ 10 വരെയുള്ളത് നാം കാണുമ്പോൾ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നീതിയോടെ ന്യായം വിധിക്കണമേ എന്ന അപേക്ഷയാണ്. ന്യായപീഠത്തിന്മേൽ ഉപവിഷ്ടനാകണമേ എന്ന് മുമ്പേ അപേക്ഷിച്ചു. ഇപ്പോൾ വിഭാവന ചെയ്യുന്നത് ദൈവം പ്രഭാവത്തോടെ ഉപവിഷ്ടനായി എന്നും അക്കാര്യം വിളംബരം ചെയ്തു പ്രഖ്യാപിക്കുകയാണ് എന്ന് നാം ഇവിടെ കാണുന്നു. യഹോവ ജനതകളെ ന്യായം വിധിക്കുന്നു. അപ്പോൾ അപേക്ഷകനായ സങ്കീർത്തകൻ ഉണർന്നിരിക്കുന്നു. എൻ്റെ നീതിനിഷ്ഠയും സത്യസന്ധതയ്ക്കും ഒത്തവണ്ണം എന്നെ വിധിക്കണമേ എന്ന് ഇവിടെ എടുത്തു പറയുന്നു. വാക്യം 10 മുതൽ 13 വരെയുള്ളത് നാം നോക്കുമ്പോൾ സർവശക്തൻ ദുഷ്പ്രവർത്തിക്കാരെ ഉന്മൂലനം ചെയ്യും എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. പരമാർത്ഥ ഹൃദയമുള്ളവരെ അവിടുന്ന് സംരക്ഷിക്കുകയും ദുഷ്ടരെ ന്യായം വിധിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അതിനായി തൻ്റെ വാളിന് മൂർച്ച കൂട്ടുകയും വില്ലും അമ്പും സജ്ജമാക്കുകയും ചെയ്യും. വാക്യം 14 മുതൽ 16 വരെയുള്ളതിൽ നാം കാണുന്നത് ദുഷ്ടന് ദുരന്തമുണ്ടാകും. ദുഷ്ടൻ്റെ ചതി പ്രയോഗങ്ങളും കുതന്ത്രങ്ങളും അവന് തന്നെ അനർത്ഥമുണ്ടാക്കുന്നതായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. ദുഷ്ടൻ്റെ പ്രവൃത്തിയെ 3 വിധത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. 1, പ്രസവിക്കാൻ നോവ് കിട്ടിയ സ്ത്രീ. 2, വേട്ടക്കാരൻ്റെ പ്രവൃത്തി. അയാൾ തൻ്റെ ഇരയെ കുരുക്കുവാൻ കുഴിച്ചതായി നമുക്ക് കാണാം. 3, ശത്രു സംഹാരത്തിനായി വില്ല് കുലയ്ക്കുന്നവൻ. ദുഷ്ടൻ തൻ്റെ ലക്ഷ്യപ്രാപ്തിക്കായി അമ്പ് എയ്യുന്നു. പക്ഷേ അത് തിരിഞ്ഞ് അവൻ്റെ തലയിൽ തന്നെ പതിക്കാറുണ്ട്. അനർത്ഥം നിരൂപിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ ഒരുമ്പെടുകയും ചെയ്യുന്നവനാണ് അനർത്ഥം തന്നെ അവന് തന്നെ സംഭവിക്കുന്നു എന്നുള്ളത് ചരിത്രം സാക്ഷിക്കുന്നതായി നമുക്ക് അറിയാം. യാക്കോബിൻ്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ചു
വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നുവെന്ന് യാക്കോബ് ശ്ലീഹ പുത്രൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അടുത്തത് വാക്യം 17. ദൈവത്തിൽ നിന്നുള്ള വിടുതലിനായി സ്തുതി ആണ് ഇവിടെ പറയുന്നത്. കൃതജ്ഞതാ നിർഭരമായ ഹൃദയത്തിൽ നിന്നുയരുന്ന സ്തുതിയും നന്മയുമാണ് ഈ വാക്കുകളിൽ പ്രതിധ്വനിക്കുന്നത്. വിടുതലിന് വേണ്ടിയുള്ള അപേക്ഷയോടെ സങ്കീർത്തനം ആരംഭിച്ചു. അത് ലഭിച്ചതിലുള്ള കൃതജ്ഞതയോടെ സ്തോത്രത്തോടും സമാപിക്കുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കിട്ടുന്ന സന്ദേശം എന്ന് പറയുന്നത് ദൈവം നീതിമാനാണ്, അതേസമയം കരുണയുള്ളവനുമാണ്. അതുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരും അവഹേളിക്കപ്പെടുന്നവരും പ്രത്യാശ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവം മുമ്പാകെ വന്ന് വിളിച്ചപേക്ഷിക്കാം. എല്ലാം അറിയുന്നവനായ ദൈവത്തിൻ്റെ മുമ്പിൽ ദുഷ്പ്രചരണങ്ങളും വ്യാജങ്ങളും വിലപ്പോകുകയില്ല. എല്ലാ വിശ്വാസികളും സത്യത്തിൻ്റെയും ശക്തിയും നീതിയുടെ മനോഹാരിതയും അംഗീകരിച്ച് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളണം. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും ശിക്ഷാവിധിയെക്കുറിച്ചുമുള്ള അറിവ് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും ആന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു. നമ്മുടെ ആന്തരിക ഭാവം സുപ്രധാനമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഹൃദയത്തിൽ വിശുദ്ധിയും നിർമ്മലതയും സംരക്ഷിക്കാൻ കഴിയണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവം മുമ്പാകെ ധൈര്യത്തോടെ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. തിന്മ അതിൽ തന്നെ നാശകരമാണ്. പാപത്തിൻ്റെ ശിക്ഷ അതിൽ തന്നെ കാണാം. കുഴിക്കുണ്ടാക്കുന്നവൻ അത് ആ കുഴിയിൽ തന്നെ വീഴുന്നതായി ചരിത്രം പറയുന്നു. തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാനുള്ള ഉത്ബോധനം ഈ സങ്കീർത്തനത്തിലുണ്ട്. ദുഃഖത്തിൻ്റെ തീവ്രതയും അന്ധകാരത്തിൻ്റെ ആധിക്യത്തിലും ദൈവത്തെ സ്തുതിക്കുന്നത് ഉത്തമമാണ്. പൗലോസും ശീലാസും ഇതിൽ നമുക്ക് മാതൃകയാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ വിടുതലും സംരക്ഷണവും അനുഭവപ്പെടുമ്പോഴും കൃതജ്ഞതയുടെ സ്തുതി നമ്മിൽ നിന്ന് ഉയരണം. ഈ 17 വാക്യങ്ങളുള്ള ഈ പുസ്തകം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ദൈവീക സഹായത്തിനുള്ള പ്രാർത്ഥന ആണ് ഈ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതായത് നമ്മളെപ്പോഴൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ആയിരിക്കുന്ന അവസരത്തിൽ നാം ദൈവിക സഹായത്തിനുള്ള പ്രാർത്ഥന ചെയ്യാറുണ്ട്. എന്നാൽ എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവം അവന് കരുണ ചൊരിയുകയുള്ളൂ എന്നുള്ള വിവരം നമ്മുടെ പിതാക്കന്മാർ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത് നാം മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുവാൻ സാധിക്കും. ദൈവ മുമ്പിൽ നാം മുട്ടുകുത്തി അവനിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ഇത് നമുക്ക് ഇടയാകും. അതിനായി നാം എപ്പോഴും ശുദ്ധ മനസ്സോടുകൂടി പരമാർത്ഥതയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.